ഒരു സ്റ്റഡി ടൈം ടേബിൾ ഫോളോ ചെയ്ത് പഠിക്കുന്നതിന് മുന്നേ ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ നിർബന്ധമായും ചെയ്തിരിക്കണം. അങ്ങനെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ സ്റ്റഡി ടൈം ടേബിൾ കറക്റ്റായിട്ട് യൂസ് ആവുള്ളൂ. ആ സ്റ്റഡി ടൈം ടേബിൾ വെച്ചിട്ട് മികച്ച രീതിയിൽ പഠിക്കാനും സാധിക്കുകയുള്ളൂ. ഒന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ കറക്റ്റായിട്ട് ഒരു റുട്ടീൻ ഫോളോ ചെയ്യണം. അതായത് ഉറങ്ങാനായിട്ടും ബാക്കി കാര്യങ്ങൾക്കുമായിട്ട് കറക്റ്റ് ഒരു സമയം നിങ്ങൾ എന്ത് ചെയ്യണം, മാറ്റി വെക്കണം. ഡെയിലി 7.5 hours 7 മണിക്കൂറെങ്കിലും നിങ്ങൾ നിർബന്ധമായിട്ടും ഉറങ്ങിയിരിക്കണം. ആ ഉറക്കം 10 മുതൽ 5:30 വരെ ആവുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ 10 to 5:30 എന്നുള്ളൊരു സമയം നിങ്ങൾ ഉറക്കത്തിനായിട്ട് മാറ്റി വെക്കുകയും ദിവസവും ആ സമയത്ത് നിങ്ങൾ ഉറങ്ങുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ സ്റ്റഡി ടൈം ടേബിൾ ഫോളോ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് കൃത്യം ഉപകാരമുണ്ടാകും. അത് മാത്രമല്ല, ഉറക്കം മാത്രം ഫോളോ ചെയ്താൽ പോരാ. നിങ്ങൾ രാവിലെ എഴുന്നേറ്റ ശേഷം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, സ്കൂളിൽ പോയി വീട്ടിലെത്തിയതിനു ശേഷം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, എല്ലാത്തിനും ഒരു ഫിക്സഡ് ടൈം നിങ്ങൾ മാറ്റി വെക്കണം. ശനിയും ഞായറും നിങ്ങൾക്ക് സ്കൂളില്ലാത്തത് കൊണ്ട് തന്നെ ആ ദിവസങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, എക്സ്ട്രാ ടൈം ബാക്കിയുള്ള കാര്യങ്ങൾക്കായിട്ട് കറക്റ്റ് എങ്ങനെയൊക്കെ ചെയ്യുന്നത് കറക്റ്റായിട്ട് നിങ്ങളൊന്ന് പ്ലാൻ ചെയ്ത് വെക്കുന്നത് വളരെ വളരെ നല്ലതാണ്. ഒരു സ്റ്റഡി ടൈം ടേബിൾ നിങ്ങൾ ഫോളോ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ നിർബന്ധമായും സെറ്റപ്പ് ചെയ്യേണ്ട ഒന്നാണ് ഒരു സ്റ്റഡി എൻവയോൺമെന്റ്. നിങ്ങൾ പഠിക്കാനിരിക്കുന്ന സ്ഥലം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പഠിക്കാനിരിക്കുന്ന സ്ഥലത്ത് ഭയങ്കര ഉച്ചത്തിലുള്ള ശബ്ദങ്ങൾ, അല്ലെങ്കിൽ ടി വിയിൽ നിന്നുള്ള ശബ്ദം, അല്ലെങ്കിൽ കിച്ചണിൽ നിന്നുള്ള ശബ്ദം, ഈ ശബ്ദങ്ങളൊക്കെ വളരെ വലിയ രീതിയിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് പഠിക്കാൻ സാധിക്കില്ല. അതേപോലെ തന്നെ നിങ്ങൾ ഇരിക്കുന്ന പൊസിഷൻ, നിങ്ങളുടെ സ്റ്റഡി ടൈം ടേബിൾ, പ്രോപ്പർ ലൈറ്റിംഗ്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ പുസ്തകത്തിലേക്ക് കറക്റ്റായിട്ട് ലൈറ്റ് എത്തണം. നിങ്ങൾ ഇരിക്കുന്ന പോസ്റ്റർ, ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് പഠിച്ചാൽ മാത്രമേ നിങ്ങൾ ഒരു സ്റ്റഡി ടൈം ടേബിൾ ഫോളോ ചെയ്ത് പഠിക്കുമ്പോൾ അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുള്ളൂ. ഒരു സ്റ്റഡി ടൈം ടേബിൾ ഉണ്ടാക്കുന്നതിന് മുന്നേ നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങളുടെ സബ്ജക്റ്റിനെ 3 കാറ്റഗറി ആയിട്ട് തരംതിരിച്ചിരിക്കണം. ഈസി, മീഡിയം, ടഫ്. നിങ്ങൾക്കുള്ള സബ്ജക്റ്റുകളെ ഈസി സബ്ജക്റ്റ് ഏതൊക്കെയാണ്, മീഡിയം സബ്ജക്റ്റ് ഏതൊക്കെയാണ്, ടഫ് സബ്ജക്റ്റ് ഏതൊക്കെയാണ് നിങ്ങൾ കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കണം. എന്നിട്ട് അതിൽ ഏറ്റവും കൂടുതൽ സമയം നിങ്ങൾ പഠിക്കാനായിട്ട് മാറ്റി വെക്കേണ്ടത് ടഫ് സബ്ജക്റ്റിനാണ്. അതുപോലെ തന്നെ നിങ്ങൾ സ്റ്റഡി ടൈം ടേബിൾ ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ട് സെറ്റപ്പ് ചെയ്യേണ്ട ഒന്നാണെന്ത്, സ്റ്റഡി ടൈം. രാവിലെയും രാത്രി നിങ്ങൾ പഠിക്കാനായിട്ട് മാറ്റി വെക്കണം. അതിൽ രാവിലെ ഏറ്റവും ടഫുള്ള വിഷയവും രാത്രി ഏറ്റവും ഈസിയുള്ള വിഷയമാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഇതിനിടയിൽ നിങ്ങൾ റിവിഷൻ ആയിട്ടുള്ള സമയം നിങ്ങൾ കണ്ടെത്തണം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് നിങ്ങൾ റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ആവശ്യമുള്ള ഒരു കാര്യം സ്റ്റഡി ടൈം ടേബിൾ ആണ്. ആ സ്റ്റഡി ടൈം ടേബിൾ എൻ്റെ അടുത്തുണ്ട്. നിങ്ങൾ എനിക്ക് സ്റ്റഡി ടൈം ടേബിൾ ഒരു മെസ്സേജ് അയക്കാൻ ഞാൻ എന്ത് ചെയ്യാം, ആ സ്റ്റഡി ടൈം ടേബിൾ നിങ്ങൾക്ക് അയച്ചു തരാം. അത് ഫോളോ ചെയ്ത് നല്ല ഉഷാറായിട്ട് പഠിക്കുക. ഇനി ഈ സ്റ്റഡി ടൈം ടേബിൾ അല്ലാതെ വേറെ എന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് സ്റ്റഡി ടിപ്പായിട്ട് ആവശ്യമുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ബോക്സ് ഒന്ന് ടൈപ്പ് ചെയ്യുക. ചാനൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട.